മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ബന്ധങ്ങൾ രണ്ടു തരമാണ്. ഒന്ന് സ്നേഹം മാത്രം നൽകുന്നു, മറ്റൊന്ന് അനുഭവം നൽകും. സ്നേഹം തരുന്ന ബന്ധങ്ങളെ മനസ്സിലും അനുഭവം നൽകുന്ന ബന്ധങ്ങളെ ഓർമ്മകളിലും കൊണ്ടു നടക്കണം. ഭക്തരെ, അർഹതയില്ലാത്ത ചില്ലകളിൽ പടർന്നു പിടിക്കാതിരിക്കുക. ചില സമയത്തത് അടർത്തി മാറ്റുമ്പോൾ ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവ് സമ്മാനിച്ചേക്കാം. ജീവിതത്തിൽ എന്തു സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്നും നിങ്ങൾ എന്ത് പാഠം പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം. നഷ്ടങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ നഷ്ടം സ്നേഹവും നേട്ടങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് വിശ്വാസവുമാണ്. ഭക്തരെ, ഒരവസ്ഥയും സ്ഥിരമല്ല. ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. ഭക്തരെ, എല്ലാവരുടെയും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നോക്കി ജീവിക്കുക പ്രയാസകരമാണ്. അതിനാൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ പരിഗണിക്കുകയും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുക. മുഴുവനായും അറിയും മുമ്പ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ ഒരിക്കലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചവരാകില്ല. നിങ്ങൾ മറ്റുള്ളവർക്കു വേണ്ടി കൊളുത്തുന്ന ഒരു വിളക്ക് നിങ്ങളുടെ ജീവിതത്തെ പ്രകാശമുള്ളതാക്കി മാറ്റുന്നു. നിങ്ങൾ എത്ര ദരിദ്രനാണെങ്കിലും സ്നേഹമുള്ള ഒരു കുടുംബം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാമുണ്ട്. കേൾക്കുന്നതെന്തും വിശ്വസിക്കരുത്. ഒരു കഥയ്ക്ക് എപ്പോഴും 3 വശങ്ങളുണ്ട്: നിങ്ങളുടേതും അവരുടേതും സത്യവും. സ്നേഹിക്കുന്നവരുടെ മൗനത്തിന് ഒരുപക്ഷേ മറ്റെന്തിനേക്കാളും നിങ്ങളെ വേദനിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അകലങ്ങളിൽ ആയിട്ടും ചിലർ മനസ്സുകൊണ്ട് അടുത്ത് ജീവിക്കുന്നു. അടുത്തിരുന്നിട്ടും ചിലർ മനസ്സുകൊണ്ട് അകന്ന് ജീവിക്കുന്നു. മനസ്സാണ് ദൂരവും അടുപ്പവും നിശ്ചയിക്കുന്നത്. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.